പഞ്ചായത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഇടിവ് UDF കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഏകപക്ഷീയമായി കണ്ട. ഇപ്പം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എത്രയാ? 2% കുറവാണല്ലോ. 2.5%. ശരി, 3%. അത് മൊത്തത്തിലാണ്. അല്ല, അതിന് പോളിംഗ് നമുക്ക് പോസ്റ്റൽ ബാലറ്റ് കൂടി വന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 3% കുറവ്. ഇല്ല, 2.5%. ഈ 2.5% കുറയുന്നത് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും മത്സരിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മുന്നണിക്ക് മാത്രമായിട്ട് വോട്ട് കുറയില്ല. ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയാറുണ്ട്, ഈ നമ്മളിപ്പോൾ പിരായിരി UDFന്റെ വലിയ സ്ട്രോങ് ഹോൾഡാണെന്ന് പറയുന്നു. അത് ശരിയുമാണ്. അവിടെയാണല്ലോ 6000 വോട്ടിന്റെ ലീഡ് ഷാഫി പറമ്പിൽ ഉണ്ടാക്കുന്നത്. അവിടുത്തെ BJPയുടെ വോട്ട് എത്രയാണെന്നറിയാവോ? 6000-ന് മേളില അല്ലേ? LDFന്റെ വോട്ടും 6000-ന് മേളിലാണ്. അവിടെ 12,000 വോട്ട് പിന്നെ UDFന് കിട്ടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ പോലും ഈ പറയുന്ന BJPയും LDFും ഒരേപോലെ ശക്തമായിരിക്കുന്ന അല്ലെങ്കിൽ തുല്യമായിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പറയുന്ന പിരായിരി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പിന്നെ മാത്തൂരിലേക്ക് വന്നാൽ ഏതാണ്ട് 4000-നടുത്ത് വോട്ട് BJPക്ക് ഉണ്ട് അല്ലേ? 4000-നടുത്ത് വോട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, അവിടെ 3960 അല്ലേ? അവിടെ പിന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF ആണ്, തൊട്ടു പിന്നിൽ UDF ആണ്. അവിടെയും 4000-ഓളം വോട്ട് BJPക്ക് ഉണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 5000-ഓളം വോട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കാണ് നോക്കുകയാണെങ്കിൽ 4697 വോട്ടുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ 3 പഞ്ചായത്തുകളിലെയും പിന്നെ ശതമാനം കുറയുന്നു എന്ന് പറയുന്നത് ഏകപക്ഷീയമാവില്ല. ഒന്ന്. അതുപോലെ തന്നെ നമുക്ക് നോക്കാമല്ലോ, ഇപ്പം അലമീനുണ്ട്. അലമീൻ നമുക്കിപ്പം UDF ക്യാമ്പിലുണ്ട്. നമുക്കൊന്ന് അലമീനിലേക്ക് കൂടി ഒന്ന് പോയി വരാം. അലമീൻ, ഈ കണക്കുകൾ എങ്ങനെയാണ് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്കൊന്ന് 6 മണി കഴിഞ്ഞ് ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഈ വിജയം ഉറപ്പിച്ചുകൊണ്ട്, അതും കൽപ്പാത്തി വിശ്വനാഥനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു ആത്മവിശ്വാസം NDA പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിയിലും പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് UDF കേന്ദ്രങ്ങളിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ അലമീൻ? ആയിരിക്കും എന്നുള്ളതാണ് ഇടത് ക്യാമ്പിന്റെ ഒരു അവസാന കണക്കുകൂട്ടലാണ്. അലമീനോടാണ് അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് UDFന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ ഇപ്പോൾ ഷാഫി പറമ്പിൽ MPയും VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള ആളുകൾ, ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ കണക്ക് കൂട്ടലിലാണ്. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ശേഖരിച്ച് അത് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവരുടെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട്. അവരുമായി നമ്മൾ അനൌദ്യോഗികമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കണക്ക് പറയുന്നല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് തങ്കപ്പനുണ്ട്. അവർ 5 പേരും മറ്റു ചില നേതാക്കൾ, പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെയാണ് മീറ്റിംഗിൽ ഇരിക്കുന്നത്. അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടത് ഏതാണ്ട് 1,32,000 സംതിങ് വോട്ടുകളാണ്. 1,32,900 സംതിങ് വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടത്. ഇത്തവണ അത് ഇതുവരെയുള്ള കണക്കിൽ പ്രകാരം ഏതാണ്ട് 1,37,000 സംതിങ്, ഏതാണ്ട് 4000 വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പോളിംഗ് പെർസെന്റേജിൽ കുറവുണ്ടായത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പിരായിരിയിൽ നിന്നും ആ തരത്തിൽ ഉണ്ടായ കുറവ് വലിയ തരത്തിൽ അപകടം ചെയ്യില്ല എന്നവർ പറയുന്നു. ഇനി ഏതൊക്കെ തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായാലും ഒരു 37,000 വോട്ട് LDFന് വകവെച്ച് കൊടുക്കുന്നുണ്ട് UDF കേന്ദ്രങ്ങൾ. ഒരു 47,000 വോട്ടുകൾ BJPക്കും വകവെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആയാൽ പോലും ഒരു 7,000-8,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവർ പങ്കുവെക്കുന്നത്. അത് ഈ കണക്കുകൾ പൂർണ്ണമായും വിശകലനം ചെയ്തതിനു ശേഷമുള്ളൊരു പ്രതികരണമല്ല. അവരൊരു ഈ നിലവിൽ ലഭിച്ച കണക്കുകളൊക്കെ വെച്ചൊരു ഏകദേശ ധാരണ എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ്. ഇപ്പോൾ ഏതായാലും ആ കിട്ടിയ കണക്കുകളും മറ്റു കണക്കുകളൊക്കെ താഴെത്തലത്തിൽ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു കണക്ക് കൂട്ടലുകൾ ആ ഓഫീസിനകത്ത് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാം. അവരൊക്കെ ഉള്ളിലാണ് മീറ്റിംഗ് നടക്കുന്നത്. മറ്റു പല പ്രവർത്തകരും ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സജീവമായി തന്നെയുണ്ട്. അപ്പോൾ ആശങ്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വകയില്ല എന്നുള്ളത് തന്നെയാണ് UDF നേതാക്കൾ പറയുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ അടിയൊഴുക്കുകൾ, പ്രവചനാതീതമായ അടിയൊഴുക്കുകൾ ആ തരത്തിൽ ഉണ്ടായാൽ പോലും പരിക്കില്ലാതെ രക്ഷപ്പെടാനാകുമെന്നും അവർ കണക്ക് കൂട്ടുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളലുണ്ടാക്കാൻ ആയിട്ടില്ല ഇടതുപക്ഷത്തിനും BJPക്കും എന്നുള്ള കണക്കുകൂട്ടലും അവർക്കുണ്ട്. നഗരസഭയിൽ അടക്കം ഒരു മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്ന് പറയുമ്പോൾ രാവിലെ സംസാരിക്കുമ്പോഴും സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ UDFന്റെ ഭൂരിപക്ഷം കുത്തനെ കൂടുമെന്നുള്ളതാണ് അവർ പറയുന്നത്.
ഇനി പോളിംഗ് ശതമാനം കൂടിയാൽ ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം കുറയും, പക്ഷേ എന്നാൽ പോലും ഒരു കംഫർട്ടബിൾ മാർജിനിൽ ജയിച്ചു വരുമെന്നും രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് ഈ വോട്ടിംഗ് പെർസെന്റേജിന്റെ കണക്കുകൾ വെച്ച് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പോളിംഗ് ശതമാനമൊക്കെ നോക്കുമ്പോഴും അതിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷേ അപ്പോഴും ഷാഫി പറമ്പിൽ വിജയിച്ചു വരുന്നു, വി.കെ. ശ്രീകണ്ഠൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ ആ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് കരുതി അത് UDF ഏതെങ്കിലും തരത്തിൽ ഭീഷണിയല്ല എന്നുള്ള രീതിയിലുള്ള ആത്മവിശ്വാസമാണ് അവർ ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വി.കെ. ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുമായിരിക്കും. അന്തിമമായി ബൂത്ത് തല വിശകലനം നടത്തിയതിനു ശേഷം നമുക്ക് അവരുടെ എത്തുന്നാണ് പറയുന്നത്. എല്ലാ പാർട്ടികളും കണക്ക് കൂട്ടലും കിഴിക്കലുമാണ്. അതിൽ NDA വളരെ വേഗം അത് പൂർത്തിയാക്കി. അതല്ല, ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ NN കൃഷ്ണദാസ് മത്സരിക്കുമ്പോഴാണല്ലോ ആദ്യമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത്. അന്ന് പക്ഷേ NN കൃഷ്ണദാസ് പിടിക്കുന്നത് 38,000 വോട്ടാണ്, 28% ഉണ്ട് അല്ലെ 3-ാം സ്ഥാനത്ത് പോകുമ്പോൾ പോലും. അതിനുശേഷം പിന്നെ 2021 പ്രമോദ് പിടിക്കുന്നത് എത്രയാ? 36,000. പക്ഷേ കൃഷ്ണദാസിനെ പോലൊരു കാൻഡിഡേറ്റ് ആയിരുന്നില്ല. അപ്പം ആ പ്രമോദിനേക്കാൾ മികച്ച കാൻഡിഡേറ്റ് ആണ് സരിൻ. ഇപ്പം നമുക്ക് പിന്നെ പ്രമോദിനെ അന്നും അറിയില്ല. പ്രമോദിനെ എല്ലാവർക്കും അറിയാം. സരിനെ എല്ലാവർക്കും അറിയാമെന്ന് മാത്രമല്ല, സരിന്റെ പ്രൊഫഷണൽ മികവ് പോലും ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. കിട്ടി എന്നുള്ളത് ഒരു കാര്യമാണ്. അതെ, അതുപോലെ തന്നെ അന്ന് ഈ 2021 മത്സരം എങ്ങനെയാ ചുരുങ്ങിപ്പോയത്? അത് ഈ ശ്രീധരൻ മത്സരിക്കാൻ വന്നതോടുകൂടി ഈ ശ്രീധരൻ വേഴ്സസ് ഷാഫി എന്നുള്ള നിലയ്ക്ക് മത്സരം ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്രാവശ്യം സരിന്, അതായത് 3-ാം സ്ഥാനത്ത് പോകുമ്പോൾ പോലും 28% ഉണ്ടായിരുന്നല്ലോ NN കൃഷ്ണദാസനുണ്ടായിരുന്നല്ലോ. സരിന് അതേ പോസ്റ്ററിലേക്ക് വരാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സരിൻ വോട്ട് ഉയർത്തുമെന്ന് നമ്മൾ. യെസ്, എക്സാക്ട്ലി. Meet the editors.